+1 മാത്തമാറ്റിക്സ് ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സെറ്റ്സ് എന്ന ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് പാർട്ടിലോട്ട് പോകുക. ടൈപ്സ് ഓഫ് സെറ്റ്സ്. empty sets. A set which does not contain any element is called the empty set or the null set or the void set. ഒരു എലമെൻസും ഇല്ലാത്ത സെറ്റിനെയാണ് നമ്മൾ empty set അഥവാ null set അഥവാ void set എന്ന് പറയുന്നത്. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ empty braces ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഈ ഒരു സിമ്പൽ, ഇതിനെ phi എന്നാണ് പറയുന്നത്, PHI. അപ്പോൾ ഇനി നമുക്ക് empty സെറ്റിന് എക്സാമ്പിൾ നോക്കാം. A equal the set of all h such that 1 less than h less than 2. X is a natural number. ഇതൊരു empty സെറ്റാണ്, കാരണം 1നും 2നും ഇടയ്ക്കാണ് എക്സിൻ്റെ വാല്യൂ. 1നും 2നും ഇടയ്ക്ക് ഒരു നാച്ചുറൽ നമ്പർ ഇല്ല. അടുത്ത എക്സാമ്പിൾ നോക്കാം. B equal the set of all h such that x square minus 2 equals 0 and x is a rational number. ഇവിടെ റാഷണൽ നമ്പർ എന്ന് പറയുമ്പോൾ ഫ്രാക്ഷനാണ്. P/Q. എക്സാമ്പിൾ 1/2, 3/4. ആ ഒരു രീതിയിൽ എഴുതാൻ പറ്റുന്നതാണ് റാഷണൽ നമ്പർ. ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 2 ഈക്വൽ 0, എക്സ് സ്ക്വയർ ഈക്വൽ 2, എക്സ് ഈക്വൽ √2 ആണ് വരുന്നത്. അതൊരു ഇറാഷണൽ നമ്പറാണ്, അതുകൊണ്ട് ഇത് empty സെറ്റാണ്. അടുത്ത് C. ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഈവൻ പ്രൈം നമ്പർ ഗ്രേറ്റർ ദാൻ 2. അപ്പോൾ അത് empty സെറ്റാണ്, കാരണം ഒരേ ഒരു ഈവൻ പ്രൈം നമ്പറേ ഉള്ളൂ, അത് 2 ആണ്. 2നെക്കാട്ടിയും ഗ്രേറ്റർ ഈവൻ പ്രൈം നമ്പർ ഇല്ല. അടുത്ത് ഫോർത്ത്. D equal the set of all x such that x square equal 4, x is odd. അപ്പോൾ ഇതും empty സെറ്റാണ്, കാരണം എക്സ് സ്ക്വയർ 4, എക്സിൻ്റെ വാല്യൂ 2, അത് ഈവൻ നമ്പറാണ്, ഓഡല്ല. ഇനി അടുത്ത് ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ്. A set which is empty or consists of a definite number of elements is called finite. അപ്പം ഒരു സെറ്റ് അത് ഒന്നെങ്കിൽ empty സെറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അതിലൊരു ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ്, നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്ന നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഫൈനൈറ്റ് സെറ്റാണ്. ഇല്ലെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ്, അൺകൗണ്ടബിൾ എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഇൻഫൈനൈറ്റ് സെറ്റാണ്. എക്സാമ്പിൾ നോക്കാം. സെറ്റ് ഓഫ് ഡേയ്സ് ഇൻ എ വീക്ക് ഫൈനൈറ്റ് ആണ്. സെറ്റ് ഓഫ് സൊല്യൂഷൻസ് ഓഫ് ദ ഇക്വേഷൻ x square minus 16 equals 0 ഫൈനൈറ്റ് ആണ്. ദ സെറ്റ് ഓഫ് പോയിൻറ്റ്സ് ഓൺ എ ലൈൻ, അപ്പം ഒരു ലൈനിൽ ഇഷ്ടം പോലെ പോയിൻറ്റ്സ് ഉണ്ട്, അത് ഇൻഫൈനൈറ്റ് ആണ്. അടുത്തത് ഈക്വൽ സെറ്റ്സ്. Equal sets are defined as the sets that have the same cardinality and all equal elements. In other words, two or more sets are said to be equal sets if they have the same elements and the same number of elements. ഇപ്പം സെറ്റുകൾ ഈക്വൽ ആവണമെങ്കിൽ അതിൽ സെയിം എലമെൻറ്റുമായിരിക്കണം, സെയിം നമ്പർ ഓഫ് എലമെൻറ്റുമായിരിക്കണം, എങ്കിലേ അത് ഈക്വൽ സെറ്റ് ആകത്തുള്ളൂ. സെയിം കാർഡിനാലിറ്റി, സെയിം നമ്പർ ആയിരിക്കണം, എല്ലാം ഈക്വൽ എലമെൻസും ആയിരിക്കണം. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ A equal 1 2 3 4, B equal 3 1 4 2. അപ്പം എലമെൻസിൻ്റെ ഓർഡർ മാറിയാലും കുഴപ്പമില്ല, നമ്പറും സെയിം എലമെൻറ്റും ഉണ്ടായിരിക്കണം, എങ്കിൽ നമുക്ക് A equal B എന്ന് പറയാം. അടുത്തൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 6, B equal the set of all x such that x is a prime factor of 30. അപ്പോൾ ഇവിടെ രണ്ടിൻ്റെയും ആൻസർ 2 3 5 ആണ്, അതുകൊണ്ട് A equal B എന്ന് പറയാം. അടുത്ത നമുക്ക് exercise 1.2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എക്സാമ്പിൾസ് ഓഫ് ദ നൾ സെറ്റ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 2. നൾ സെറ്റാണ്, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഇല്ല. സെറ്റ് ഓഫ് ഈവൻ പ്രൈം നമ്പേഴ്സ്, അത് നൾ സെറ്റ് അല്ല, ഒരു എലമെൻ്റ് ഉണ്ട്. അടുത്ത മൂന്നാമത്തത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പേഴ്സ് എക്സ് ലെസ് ദാൻ 5 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 7. ഈ ഇക്വേഷനെ തെറ്റാണ്. എക്സിൻ്റെ വാല്യൂ 5നെക്കാട്ടിയും ചെറുതും 7നെക്കാട്ടിയും വലുത്, അപ്പോൾ ഇത് നൾ സെറ്റാണ്. അടുത്ത ഫോർത്ത്. ദ സെറ്റ് ഓഫ് ഓൾ വൈ സച്ച് ദാറ്റ് വൈ ഈസ് എ പോയിൻറ്റ് കോമൺ ടു എനി 2 പാരലൽ ലൈൻസ്, അതും നൾ സെറ്റാണ്, കാരണം 2 പാരലൽ ലൈൻസ് ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യത്തില്ല. അപ്പം ഇൻ്റർസെക്റ്റ് ചെയ്യത്തില്ല, അതുകൊണ്ട് തന്നെ 2 പാരലൽ ലൈൻസിന് കോമൺ ആയിട്ടുള്ള ഒരു പോയിൻ്റ് ഇല്ല, അത് നൾ സെറ്റാണ്. അപ്പോൾ ഇതിൽ സെക്കൻഡ് സെറ്റ് ഓഫ് ഈവൻ പ്രൈം നമ്പേഴ്സ്, അതുമാത്രം നൾ സെറ്റല്ല, ബാക്കിയെല്ലാം നൾ സെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ആർ ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ്? ഇതിൽ ഫൈനൈറ്റും ഇൻഫൈനൈറ്റും കണ്ടെത്തുക. ദ സെറ്റ് ഓഫ് മന്ത്സ് ഓഫ് എ ഇയർ, അത് ഫൈനൈറ്റ് ആണ്. അടുത്തത്
ദ സെറ്റ് 1 2 3 എക്സെട്ര ഇൻഫൈനൈറ്റ് ആണ്. അടുത്തത് 1 2 3 .9900 അത് ലിമിറ്റ് ഉണ്ട്, ഫൈനൈറ്റ് ആണ്. ദ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഗ്രേറ്റർ ദാൻ 100 100 കഴിഞ്ഞുള്ള പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഇൻഫൈനൈറ്റ് ആണ്. ദ സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 99 താഴെയുള്ള പ്രൈം നമ്പേഴ്സ് അത് ഫൈനൈറ്റ് ആണ്. അപ്പോൾ ഇതിൽ ഈ ഇൻഫൈനൈറ്റ് ആയിട്ട് സെക്കൻഡും പിന്നെ ഫോർത്തും മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഫൈനൈറ്റ് ആണ്. സ്റ്റേറ്റ് വെദർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഈസ് ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ്. വീണ്ടും അത് തന്നെ, ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ എന്ന് കണ്ടെത്തുക. ഫസ്റ്റ്, ദ സെറ്റ് ഓഫ് ലൈൻസ് വിച്ച് ആർ പാരലൽ ടു ദ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്ന ലൈൻസ് ഇൻഫൈനൈറ്റ് ആണ്, എത്ര ലൈൻസ് വേണോ വരാം. ദ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ് ഫൈനൈറ്റ് ആണ്. ദ സെറ്റ് ഓഫ് നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് 5, 5ൻ്റെ മൾട്ടിപ്പിൾ ഇൻഫൈനൈറ്റ് ആണ്. ദ സെറ്റ് ഓഫ് അനിമൽസ് ലിവിങ് ഓൺ ദ എർത്ത് അത് ഫൈനൈറ്റ് ആണ്, നമുക്ക് ജിയോഗ്രാഫിക്കൽ ഡേറ്റാസ് വെച്ച് സെറ്റാക്കാന്നുള്ളതേ ഉള്ളൂ. ദ സെറ്റ് ഓഫ് സർക്കിൾസ് പാസിങ് ത്രൂ ദ ഒറിജിൻ 0 0 അത് ഇൻഫൈനൈറ്റ് ആണ്. ഒറിജിനൽ കുഴി ഇഷ്ടം പോലെ സർക്കിൾസ് വരയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ് വെദർ എ ഈക്വൽ ബി ഓർ നോട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ഈക്വൽ സെറ്റ് എ ബി സി ഡി, ബി ഈക്വൽ സെറ്റ് ഡി സി ബി എ ഈക്വൽ ആണ്. സെയിം നമ്പർ ഓഫ് എലമെൻസും സെയിം എലമെൻസുമാണ്. അടുത്തത് 4 8 12 16, ബി ഈക്വൽ സെറ്റ് 8 4 16 18. അപ്പോൾ ഇവിടെ 12 പകരം 18 ആണ്. സെയിം നമ്പർ ഓഫ് എലമെൻ്റ് ഉണ്ട്, പക്ഷേ ഒരെണ്ണം വ്യത്യസ്ത എലമെൻ്റ് ആയിപ്പോയി, അത് ഈക്വൽ അല്ല. അടുത്തത് എ ഈക്വൽ സെറ്റ് 2 4 6 8 10, b equal the set of all h such that h is a positive even integer and h less than or equal to 10. ഇപ്പോൾ h ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 താഴെയുള്ള പോസിറ്റീവ് ആയതുകൊണ്ട് 0 വരത്തില്ല. 0 ഇസ് നെയ്തർ പോസിറ്റീവ് നോർ നെഗറ്റീവ്. ഈവൻ ഇൻറ്റിജർ, അപ്പം 2 4 6 8 10 അതാണ് അതിലുള്ള എലമെൻറ്റ്സ്, അതുകൊണ്ട് a ഈക്വൽ b. അടുത്തത് a equal the set of all h such that h is a multiple of 10 and b equal the set of all the set 10 15 20 25 30 etc. അപ്പോൾ അത് 5ൻ്റെ മൾട്ടിപ്പിളും a 10ൻ്റെ മൾട്ടിപ്പിളും, അതുകൊണ്ട് അത് ഈക്വൽ സെറ്റ് അല്ല. ഇവിടെ ഈക്വൽ ആയിട്ടുള്ളത് ഫസ്റ്റും തേർഡും മാത്രമാണ് ഈക്വൽ ആയിട്ടുള്ളത്. അടുത്ത് 5th ക്വസ്റ്റ്യൻ നോക്കാം. ആർ ദ ഫോളോയിങ് പെയർ ഓഫ് സെറ്റ്സ് ഈക്വൽ, ഗീവ് റീസൺസ്. അപ്പോൾ ഇത് ഈക്വൽ ആണോ അല്ലേന്ന് നോക്കണം, അതിൻ്റെ റീസണും പറയണം. 5th 1, എ ഈക്വൽ സെറ്റ് 2 3, ബി ഈക്വൽ സെറ്റ് h സച്ച് ദാറ്റ് h ഈസ് സൊല്യൂഷൻ ഓഫ് h² + 5h + 6 ഈക്വൽ 0. ആദ്യം ഈ സൊല്യൂഷൻ സോൾവ് ചെയ്യണം. h² + 5h + 6 ഈക്വൽ 0. ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 വരണം, ഗുണിക്കുമ്പോൾ 6 കിട്ടണം, കൂട്ടുമ്പോൾ 5 വരണം. അപ്പോൾ 2ഉം 3ഉം +2ഉം +3ഉം, കാരണം 5h പോസിറ്റീവാണ്, 6ഉം പോസിറ്റീവാണ്, അതുകൊണ്ട് അവിടുത്തെ നമ്പർ പോസിറ്റീവ് ആയിരിക്കണം. h + 2 × h + 3 ഈക്വൽ 0. അത് ചെയ്യുമ്പോൾ h ഈക്വൽ -2, h ഈക്വൽ -3 എന്ന് വരും. അപ്പം സെറ്റ് ബി -2 -3 ആണ്, അതുകൊണ്ട് ഡിഫറെൻ്റ് എലമെൻ്റ് ആയതുകൊണ്ട് തന്നെ എ നോട്ട് ഈക്വൽ ടു ബി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ഈക്വൽ ദ സെറ്റ് ഓഫ് ഓൾ എച്ച് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ലെറ്റർ ഇൻ ദ വേർഡ് ഫോളോ. ബി ഈക്വൽ ദ സെറ്റ് ഓഫ് ഓൾ വൈ സച്ച് ദാറ്റ് വൈ ഈസ് എ ലെറ്റർ ഇൻ ദ വേർഡ് ഉൾഫ്. ഇവിടെ ഫസ്റ്റ് നമ്മൾ എയിലുള്ള എലമെൻറ്റ്സ് എഴുതാം. ഫോളോ, അതിൽ ഓയും എല്ലും 2 വട്ടം വരുന്നുണ്ട്. എലമെൻറ്റ്സ് എഴുതുമ്പോൾ റിപ്പിറ്റീഷൻ അവോയ്ഡ് ചെയ്യണം സെറ്റിനുള്ളിൽ എഴുതുമ്പോൾ. ഇപ്പോൾ FOLW, അടുത്ത് BWOLF, ഇവിടെ സെയിം നമ്പർ ഓഫ് എലമെൻറ്റുമാണ്, സെയിം എലമെൻറ്റുമാണ്, അതുകൊണ്ട് A ഈക്വൽ ടു B. ഇനി അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ. ഫ്രം ദ സെറ്റ്സ് ഗിവൺ ബിലോ സെലക്ട് ഈക്വൽ സെറ്റ്സ്. ഇതിൽ നിന്ന് ഈക്വൽ സെറ്റ്സിനെ കണ്ടെത്തുക. അപ്പോൾ ബിയും ഡിയും, ബി സെറ്റ് 1 2 3 4, ഡി സെറ്റ് 3 1 4 2, സെയിം എലമെൻറ്റും സെയിം നമ്പർ ഓഫ് എലമെൻറ്റുമാണ്. അടുത്ത് ഇ സെറ്റ് -1 1, അടുത്ത് ജി ഈക്വൽ സെറ്റ് 1 -1, സെയിം എലമെൻറ്റ് സെയിം
നമ്പർ ഓഫ് എലമെൻറ്റും. ബാക്കിയെല്ലാം ഡിഫറൻറ്റ് എലമെൻറ്റുകളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ രണ്ടും മാത്രമേ ഇതിൽ ഈക്വൽ സെറ്റ്സ് ആയിട്ടുള്ളൂ. അപ്പോൾ പാർട്ട് 2 ഇവിടെ കഴിയുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത പാർട്ട് 3യുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.